നമസ്കാരം, സ്വപ്നാസ് ബ്ലോഗ് ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള കടങ്ങോടുള്ള മല്ലംകുഴി വാട്ടർഫോളിലെ വിശേഷങ്ങളുമായിട്ടാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകളുമായി പോകാം. പിന്നെ ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെ അറിയിപ്പുണ്ട്. മഴക്കാലമായ കാരണം ശക്തര നീരൊഴുക്കുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം സഞ്ചാരികൾ വെള്ളത്തിൽ ഇറങ്ങാൻ. അപ്പം നമുക്ക് ഇവിടേക്ക് ഒന്ന് മരത്തിൻ്റെ മേലേക്ക് ഒന്ന് പിടിച്ചാൽ പറമ്പ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴോട്ട് വെള്ളം ഇങ്ങനെ പോണത് കാണാം. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അവിടുന്ന് കാണുമ്പോൾ വെള്ളം ഒഴുകി പോകണമെന്നില്ല, ആ ഒരു ഭംഗി. നമുക്കൊന്നുകൂടി താഴത്തേക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ വ്യൂ പോയിന്റ് കിഡു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ഭംഗി എന്നറിയോ. നമുക്കൊരു ആൽബ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രീ വെഡിങ് ഷൂട്ടാ ഒക്കെ നമുക്ക് ഇതിലൂടെ എടുക്കാൻ പറ്റും. സേവ് ദ ഡേറ്റ് എടുക്കാൻ പറ്റുന്ന കാര്യം നല്ല ഒന്നും എന്താ പറയുക, എന്താ വാക്കുകളില്ലേ പറയാൻ. അത്രയും മനോഹരമായിട്ടുള്ള വ്യൂസും ഒക്കെ നമുക്ക് ഷോർട്സൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി. ഇനി മേലെ നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം. ഈ കാണുന്ന പാറക്കല്ലുമെന്ന് ഇരിക്കാം എന്ന് പറയുക, ഒരു കാട്ടിലെ സിംഹാസനം പോലെ ഫീൽ തോന്നണത്. ഒന്ന് ചുമ്മാ നോക്കാം. ഇത് നോക്കുമ്പോൾ വനറാണി പോലെ ഒരു ഫീല്. നമുക്ക് അവിടെ പാറക്കല്ല് നമുക്ക് ഇരുന്നിട്ട് താഴോട്ട് ഈ വെള്ളം ഒഴുകുന്നതൊക്കെ നോക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. നമ്മൾ പറയില്ലേ, പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരിക്കണ ഒരു ഫീല്. ഒരു പ്രകൃതി നമുക്കൊരു അമ്മ പോലെ തന്നെയാണല്ലോ. അപ്പോൾ അവരുടെ മടിയിലിരുന്ന് നമുക്ക് നമ്മുടെ സങ്കടങ്ങളും എല്ലാവരും ഫുൾ നമ്മൾ റിലാക്സ് ആവണ ഒരു ഫീലാണ് നമുക്ക്. പിന്നെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ വന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാതിരുന്ന മോശമല്ല. ഈ കാണുമ്പോൾ എന്ത് ഭംഗിയാ. കൊതിയോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ. പക്ഷേ ചെറുതായിട്ട് പേടിയുള്ള കാരണം ഞാൻ ഇതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നിട്ടൊന്ന് കാല് ഇതാക്കുന്നുള്ളൂ. മഴയൊക്കെ അല്ലേ, വഴുക്കളൊക്കെ ഉള്ള കാരണം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി ചിലപ്പോൾ പാളും. എനിക്ക് നീന്തലറിയില്ലേ. ഞാൻ എന്തായാലും ആ സൈഡിലൊന്ന് ഇരുന്നിട്ട് നല്ല കാലും വെള്ളത്തിലേക്ക് ഇടണമെന്നൊരു ആഗ്രഹം, അതിയായ ആഗ്രഹം. പുഴയോരത്തിൽ പൂത്തോണിയെത്തില്ല, പുഴയോരത്തിൽ പൂത്തോണിയെത്തില്ല, മന്ദാരം പൂക്കും മറുതീരത്താൻ. കാലിനൊക്കെ ചെറുതായിട്ട് മീൻ കൊത്തുന്നുണ്ട്, തോന്നുന്നുണ്ട്, കിക്കിളി ആവുന്നുണ്ട്. എന്നാലും ഈ നാച്ചുറൽ പിടിക്കുക. എനിക്ക് പോരാന്ന് തോന്നുന്നില്ല. ഇവിടെ കുറേ ഇരിക്കാൻ. ഇതിൻ്റെ വെള്ളത്തിന് ശരിക്കും ഇപ്പോൾ അധികം തണുപ്പൊന്നും ഇല്ലെന്ന്. മഴ പെയ്തിട്ടില്ല, കുറച്ച് വെയിലുള്ളതായ കാരണം തോന്നുന്നുണ്ട് അധികം തണുപ്പൊന്നുമില്ല.
പാറപ്പുറം കാണുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പാറപ്പുറത്ത് കയറി ഒരു ഡാൻസൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹം. ഡാൻസ് ഒന്നും ചെയ്യാനൊന്നും അത്ര പ്രൊഫഷണലായിട്ട് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. ചുമ്മാ ഡാൻസ് ഇങ്ങനെ ഒരു രസം. ജിയ ചലേ ഞാൻ ചലേ നീനു ചലേ. ഇനി നമുക്ക് മേലേക്ക് കയറിയിട്ട് പോവാം. ഇത് മേലേക്ക് കയറി ഇനിയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് പോകാനുണ്ട്. കുറച്ച് പിടിച്ച് വീഴാതെ പോകാനുണ്ട്. നമുക്കിനി മല്ലംകുഴി ശിവക്ഷേത്രം ഉണ്ട്, അവിടേക്കൊന്ന് നമുക്ക് പോവാം. ഇവിടുന്ന് കുറച്ച് തന്നെ കയറി പോയാൽ മതി. ഈ കാണുന്നത് ഇപ്പം നേരത്തെ കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം വരുന്ന വഴികളാട്ടാ, ചാലുകളാണ്. അപ്പം ഇതിലൂടെ വന്നിട്ട് പിന്നെ നമുക്ക് മല്ലംകുഴി ശിവക്ഷേത്രത്തിലുള്ള വഴികളിൽ പോണ വഴികളിലാണ് കാണുന്നത് കേട്ടത്. ഇതാണ് ആ വെള്ളച്ചാട്ടം. നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, ആ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം വരുന്ന വഴികളുണ്ടാ. ഇത് ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ്, മൊത്തം റബ്ബർ തോട്ടങ്ങളാണ് ഉള്ളത്. നല്ലതാണ് തെളിഞ്ഞിട്ട്, റബ്ബറിന്റെ ഇലകളൊക്കെ വീണിട്ടാൽ നല്ല തെളിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇലകളൊക്കെ കാണാൻ ശരിക്കും നമുക്ക്. അതിന്റെ ധാരാളം മീനുകളുണ്ട് തോന്നുന്നില്ല, ചെറിയ ചെറിയ മീനുകൾ കാണാൻ നമുക്ക്. നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. അപ്പോൾ നമുക്കൊരു ഫാമിലിക്കൊക്കെ പോയിട്ട് നമുക്കൊരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതാണ്. വെള്ളച്ചാട്ടത്തിന്റെ അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് ഉള്ളിലേക്ക് പോയാലാണ് ഈ മല്ലംകുഴി ശിവക്ഷേത്രം ഉള്ളത്. അപ്പൊ നമുക്ക് അവിടേക്കൊന്ന് നടക്കാം. രണ്ട് കൊച്ചു പാറക്കെട്ടുകളൊക്കെ അതിന്റെ ഇടയിൽ കൂടെ നല്ല ഒഴുകി വരുന്നത് കാണുന്നുണ്ട്. നല്ല ഇതൊരു ഭംഗിയാ നോക്കിയേ, കുഞ്ഞു കുഞ്ഞു പാറകളുടെ ഇടയിൽ കൂടെ. ശരിക്കും നമുക്ക് ചില സമയത്തൊക്കെ പ്രകൃതി നമുക്ക് ഒരുക്കിയിട്ടുള്ള വിരുന്ന് കാണുമ്പോൾ ഇപ്പൊ നമ്മളുടെ ക്രിയേഷനേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് ഒരു നാച്ചുറലായിട്ട് പ്രകൃതി നമുക്ക് സെറ്റാക്കിയിട്ടുള്ള വിഷ്വൽസ്. നമ്മളിപ്പോൾ ഇനി മല്ലംകുഴി ശിവക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നേക്കാണ്, ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. നമ്മൾ മെല്ലെ പാറക്കല്ലുമൊക്കെ ഒന്ന് കയറി, ചെറിയ കല്ലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് കയറാൻ. അപ്പം ഇനി ഇത് കാണുന്നതാണ്, ഇവിടെ നിന്നുള്ള ഈ പാറയമ്മ നോക്കി നിന്ന് കാണുന്നതാണ് ബാക്ക് ഭാഗമാണ് ഇതിൻ്റെ വരുന്നത്. അപ്പം ഇവിടെ ഒരു ചാല്, കുളമല്ല, കുളം എന്ന് പറഞ്ഞാൽ കുളത്തിൻ്റെ ആഴമൊന്നുമില്ല, ഒരു ചെറിയ ചാല് പോലെ. പിന്നെ അവിടേക്ക് തന്നെ വെള്ളം വരുന്ന വേറെ കുഞ്ഞു കുഞ്ഞ് ചാല് കയറിയിട്ടുള്ള പോലെ ഉണ്ട്. നമുക്കിവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പേ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ ഒരു അപകടമൊന്നും ഇല്ല. കുട്ടികളായിട്ട് വരുമ്പോൾ നമുക്ക് അപകടമില്ലാത്ത സ്ഥലങ്ങൾ ആണല്ലോ നല്ലത്. അപ്പം നമുക്കൊരു ഈവനിങ് ഒക്കെ കുട്ടികളും ഒക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പ്ലേസ് ആണ്. അധികം ആഴമൊന്നുമില്ല വെള്ളത്തിന്. ഇവിടെ മല്ലംകുഴി ക്ഷേത്രത്തിന് അടുത്തുള്ള വെള്ളച്ചാട്ടം കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. അപ്പം അതിന് നേരത്തേക്ക് മനോഹരമായിട്ട് അവിടെ നിന്നൊക്കെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അതേ കാണുന്ന കൈവഴിയിൽ കൂടെ ഇങ്ങനെ ഇപ്പോൾ വെള്ളം പോകുന്നുണ്ട്. ഇത് മേലെ ഇതിനൊക്കെ ഇത്തിരി വലിപ്പമുള്ളൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ നിന്നാണ് ഇതിലേക്ക് ഇങ്ങനെ വെള്ളം വരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, അവിടേക്കൊക്കെ വെള്ളം ഒഴുകി വരുന്നത് ഈ വഴിയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നീണ്ടിട്ട് പോകേണ്ടത്. ഇതിലും മേലെ ഉയരത്തിൽ മലയുണ്ടെന്ന് പറഞ്ഞാൽ അവിടേക്ക് നമ്മൾ പോയിട്ടില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. അതാ കാണുന്നതാണ് അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി. അപ്പം അതിന് മുന്നേ നമുക്ക് ഇതിൽ മൊത്തത്തിലുള്ള വ്യൂ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് എന്നിട്ട് അമ്പലമൊക്കെ കണ്ടിട്ട് ഒന്ന് പോയിട്ട് വരാം. ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് കാണുമ്പോൾ ശരിക്കും പറയാം, അത്രയും അധികം ആഴില്ലാത്ത കാരണേ നമുക്ക് വെള്ളത്തിലൊക്കെ ഒന്ന് കാലിട്ട് നിൽക്കാൻ അവിടെയൊക്കെ നോക്കാം. ഫോട്ടോസ് എടുക്കാനും നമുക്ക് ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. and അവിടെ ഇരുന്നിട്ടൊക്കെ കുട്ടികൾക്ക് തന്നെ നമുക്ക് വരുമ്പേ ഒരു നല്ലൊരു സന്തോഷം കിട്ടും. അപ്പം ഇനി ഇതാ മൊത്തത്തിലുള്ള വ്യൂ ആണ് കേട്ടോ. ചെറിയ ചെറിയ ഇത് വഴികളിൽ കൂടെയൊക്കെ വരുന്നത് വെള്ളം, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് അങ്ങോട്ട്
അത് നേരത്തെ കണ്ടതിനേക്കാളും വലുത്, കുറച്ചും കൂടി വലുത് നമുക്ക് അവിടെ കൂടി ഉണ്ട്. അതുകൂടി കണ്ടിട്ട് നമുക്കിന്ന് റിട്ടേൺ പോവാം. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങി നോക്കണം. ഇതിൻ്റെ മേലേക്ക് കുഞ്ഞ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കേട്ടു. അപ്പം നമ്മൾ ഇരുട്ടായി തുടങ്ങി. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോകണില്ല, ഇവിടെ തന്നെ നമ്മൾ തിരിച്ചു പോകണം. ക്ഷേത്രത്തിലും കൂടി ഒന്ന് കയറിയിട്ട് പോകാന്ന് വെച്ചിട്ടാണ്. സാഹസികതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ചാൽ മേലേക്ക് കയറി പോകാം. ഇനിയിപ്പോൾ കാഴ്ചകളൊക്കെ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിച്ചു. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. നമുക്ക് ഈ തിരിച്ചു പോകണം ഈ വഴി കൂടെ തന്നെ. നോക്കിയാൽ നമുക്ക് ആ വഴി കൂടെ ഒന്ന് പോകാം. മെല്ലെ വീണ്ടും സ്റ്റെപ്പൊക്കെ ഒന്ന് കയറിയിട്ട്, എനിക്ക് ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം അതിസാഹസികത ഇല്ല എനിക്ക്, പക്ഷെ യാത്രയുടെ ഇഷ്ടം കൊണ്ട് അങ്ങനെ നമ്മൾ വരുന്നതാണ്. ഇതാണ് ശ്രീ മല്ലങ്കുഴി ശിവക്ഷേത്രം. നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് കണ്ടതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാ മലയാള മാസം 1-ാം തീയതി മാത്രമാണ് ഇവിടെ പൂജകളൊക്കെ ഉണ്ടാവുള്ളൂ. നട തുറക്കുന്നതും അപ്പോഴാണ്. പിന്നെ പിതൃക്കളുടെ ബലി അർപ്പിക്കുന്ന സമയത്തും നമുക്കിവിടെ ഈ ക്ഷേത്രം തുറക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും മനോഹരമായ ഒരുപാട് കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.